നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാരൽ ആൻഡ് ഡഫ് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് എന്നുള്ളൊരു പോവാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് ടെക്നോളജിയോട് അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണിനോടൊക്കെയുള്ള നമ്മുടെ ഓവർ ഡിപ്പെൻഡൻസിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, കൂടെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ തൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെസ്സേജസ് ആണ്. അപ്പം നമുക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്യാം, അങ്ങനെ സംസാരിക്കാം, വോയിസ് യൂസ് ചെയ്ത് സംസാരിക്കാം. എന്നിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് മെസ്സേജസ് ആണ്. അപ്പം നമുക്കറിയാം, ഒരാളുടെ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് ഇമോജീസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്മൈലിൻ്റെ ആയിക്കോട്ടെ, കരയുന്നതായിക്കോട്ടെ, ഹിസ്സിൻ്റെ ആയിക്കോട്ടെ, ഒരുപാട് ഇമോജീസ് ഉണ്ട്. പക്ഷേ ആ സെയിം ഇമോഷൻ തന്നെയാണോ അയാളുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ മനസ്സിൽ വെച്ചുകൊണ്ടാണോ അയാൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇമോജി അയച്ചതെന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷനെ ആൾ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും, ചിലപ്പോൾ സാഡായിട്ടൊരു ഇമോജി അയക്കുന്നത്. പക്ഷെ നമ്മളെന്താ വിചാരിക്കുക, ആൾ ഭയങ്കര സാഡാണല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് ഒരു ബാരിയർ ആയിട്ടാണ് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഓവർ യൂസേജ്, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒരു ഓവർ യൂസേജ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി വന്നിട്ടുള്ളത് എന്നുള്ള രീതിക്കാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിലേറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സിറ്റുവേഷൻ വരില്ല. ഐ ടേൺ ദ മൊബൈൽ നൗ ലൈക്ക് ആൻ ഇഞ്ചേർഡ് ബേർഡ്. അപ്പോൾ ഈ ഒരു മൊബൈലിലോട്ട് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ആരുടെ മെസ്സേജാണോ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിയുടെ മെസ്സേജിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ലൈക്ക് ആൻ ഇഞ്ചേർഡ് ബേർഡ് എന്നാണ് പറയുന്നത്. മുറിവേറ്റ പക്ഷിയെ പോലെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മുറിവേറ്റ പക്ഷി എന്ന് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മൊബൈൽ ഫോണിനെ തന്നെയാണ് കമ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് പറയാം, ഇഞ്ചേർഡ് ബേർഡ് എന്ന് പറയുന്നത് ആ ഒരു സ്പീക്കറിനെ തന്നെയാണ്, സ്പീക്കർ ഇറ്റ്സെൽഫ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആ ഒരു വ്യക്തിക്ക് സ്വയം ഫീൽ ചെയ്യുകയാണ്, ആ ഒരു വിചാരിക്കുന്ന തരത്തിലുള്ളൊരു മെസ്സേജ് ആ വ്യക്തി തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണിൽ നിന്നും കിട്ടാത്തത് കൊണ്ട് സ്വയം മുറിവേറ്റതുപോലെ അത്ര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വിഷമമാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. വി ടെക്സ്റ്റ് അവർ സിഗ്നിഫിക്കൻറ്റ് വേർഡ്സ്. നമ്മൾ മെസ്സേജ് എന്നുള്ളതിനൊക്കെ കൂടുതൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മെസ്സേജ് ആണ്. ടെക്സ്റ്റ് നമ്മൾ ഒരുപാട് മീനിങ് വേറെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സെനറിയോ നമുക്ക് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മെസ്സേജ് ആണ്. അപ്പോൾ ഇത് മാത്രമാണ് ടെക്സ്റ്റ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണ്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മെസ്സേജസ് ആണ്, ടെക്സ്റ്റ് മെസ്സേജസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി, അതിൻ്റെ ഓവർ യൂസേജ് കാണിക്കാനാണ് അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. I reread your first, your second, your third. Look for your small XX feeling absurd. അപ്പം നമ്മുടെ സ്പീക്കർ ഇതേപോലെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഓരോ ടെക്സ്റ്റുകളെയും അല്ലെങ്കിൽ ഓരോ ഇമോജീസിനെയും അവരിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കണം. 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിനകത്ത് എവിടെയെങ്കിലും താൻ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ തന്നോടുള്ള ഒരു എന്താ പറയുക ഒരു ചൈവ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്തെങ്കിലും ഒന്ന് അതിനകത്ത് കൺസേൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആളിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ലുക്ക് ഫോർ യുവർ സ്മോൾ XX എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിസ്സസിൻ്റെ ഇമോജീസിനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇമോജീസൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഒരു എന്താ പറയുക ടോക്കൺ ഓഫ് ലവ് ആണ്, അല്ലെങ്കിൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ആ ഓരോ ഇമോജീസിലും ഓരോ ടെക്സ്റ്റിലും ആളിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒറിജിനലായിട്ട് ആ സ്നേഹം നമുക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫീലിംഗ് അബ്സേർഡ്. പക്ഷേ അതിൽ നിന്നൊന്നും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല, ഭയങ്കര മീനിങ്ലെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ദ കോഡ്സ് വി സെൻഡ് അറൈവ് വിത്ത് എ ബ്രോക്കൺ കോഡ്. ഇതിൽ ഫസ്റ്റ് വരുന്ന കോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെസ്സേജിന് യൂസ് ചെയ്യുന്ന നമ്മുടെ കോഡ് ഭാഷകളുണ്ടല്ലോ, നമ്മൾ മംഗ്ലീഷ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള അതുപോലത്തെ നമ്മൾ മെസ്സേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മെസ്സേജുകൾ നമ്മൾ സെൻഡ് ചെയ്യുന്നതിൽ കൂടെ എന്ത് സംഭവിക്കുന്നു, അറൈവ് വിത്ത് എ ബ്രോക്കൺ കോഡ്. അതവിടെ സംഭവിക്കുന്നത് ആ ഒരു കോഡ് സംഭവിക്കുന്ന ഒരു ബ്രോക്കൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പൊട്ടിപ്പോകുന്ന അവസ്ഥ. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ്. കാരണം എന്താ, അവിടെ കണക്ഷൻ കിട്ടുന്നില്ല. ആളെന്തോ ഉദ്ദേശിക്കുന്നു, എന്തോ ടെക്സ്റ്റ് ചെയ്യുന്നു, നമ്മളതിൻ്റെ വിപരീതമായിട്ട് എന്തോ ഉദ്ദേശിക്കുന്നു, എന്തോ മനസ്സിലാക്കുന്നു, തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഐ ട്രൈ ടു പിക്ചർ യുവർ ഹാൻഡ്സ്. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതായത് ഒരാൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കും നമുക്ക് വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ അടിയാവുന്നതൊക്കെ സ്ഥിരം കാണുന്നതാണ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഐ ട്രൈ ടു പിക്ചർ യുവർ ഹാൻഡ്സ്. ഞാൻ നിങ്ങളുടെ അയാളുടെ ആ ഒരു ഹാൻഡ്സിനെ മനസ്സിൽ ഇങ്ങനെ പിക്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ വ്യക്തിയുടെ പ്രസൻസ്, ആൾക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല. ആകെ കിട്ടുന്നത് എന്താണ്, ഈ കുറച്ച് ടെക്സ്റ്റ് മെസ്സേജസ് മാത്രമാണ്. ദെയർ ഇമേജ് ഇസ് ബ്ലർഡ്. പക്ഷേ എന്താണ്, ആ ഇമേജ് പോലും എനിക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അത്ര പോലും ആളുടെ ഒരു പ്രസൻസ്, ആക്ച്വൽ മൈൻഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. നത്തിങ് മൈ തംസ് പ്രസ് വിൽ എവർ ബി ഹേർഡ്. അപ്പം നമ്മുടെ സ്പീക്കർ തന്നെ മനസ്സിലാക്കണം, അതായത് എൻ്റെ തമ്പ് കൊണ്ട് പ്രസ് ചെയ്ത് വരുന്ന ഒരു ടെക്സ്റ്റും ആരും എന്ത് ചെയ്യുന്നില്ല, ഹേർഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേൾക്കപ്പെടുന്നില്ല. അതേപോലെ തന്നെ ഒരാൾ സംസാരിക്കുമ്പോഴല്ല ടോൺ കേട്ടാൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും ആളെന്താണ്, ഏത് ഫീലിങ്സിലാണ് സംസാരിക്കണം എന്നുള്ളത്. പക്ഷെ അതുപോലും ഇവിടെ മനസ്സിലാക്കുന്നില്ല, കേൾക്കപ്പെടാനോ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. താങ്ക്